ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അവരുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ആൻഡ് നിങ്ങളുടെ എനർജിയും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ജനറലായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്താണ്, ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന എനർജിയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറി വരുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മാനസിക വേദന അനുഭവിച്ച, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കാം വേണമെങ്കിൽ 24/7 എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം. പക്ഷെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തിയോടുള്ള സമീപനത്തിനും മാറ്റം വന്നിട്ടുണ്ടാവാം. അപ്പം നമ്മൾ നേരത്തെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത്രയും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യം ഈ ഒരു പേഴ്സൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്തു പോന്നിട്ടുള്ള വ്യക്തിയാണ്. അത്രയധികം ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിൽക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാം ആ ഒരു പേഴ്സണെ മാത്രം സമർപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് ബോൾഡായിട്ട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു സ്ട്രെങ്ത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഒരു എനർജിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ മേ ബി നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ആ ഒരു വേദന അനുഭവിച്ച് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകണം, എനിക്കും ജീവിക്കണം, ഇത് മാത്രമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു എനർജി വേരിയേഷൻ നമുക്ക് നിങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് അത്രയധികം ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു സംഗതിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. വേണമെങ്കിൽ ലൈഫിൽ മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ചില സമയത്തെങ്കിലും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നിവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഓവറോൾ ബിഹേവിയറിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം. നിങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. മാത്രമല്ല, ഇനി ആരെയും നിങ്ങൾ കൂടുതലായിട്ട് വിശ്വസിച്ച്, അല്ലെങ്കിൽ അത്രയും മനസ്സിലെടുത്ത് വെക്കുന്ന രീതിയിൽ അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ടൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ കടന്നു പോകാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം നിങ്ങളുടെ ലൈഫിലെ കുറേ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങളൊരു നല്ല പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു നീതി ലഭിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരണം, അല്ലെങ്കിൽ കൊണ്ടുവന്ന് തരുമെന്ന് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയാണ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ദിവസം കടന്നു വരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥ ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സൺ മൂലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളെല്ലാം ഇവരും തിരിച്ചറിയണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ആ ഒരു ശക്തിയിൽ സമർപ്പിച്ചാണ് ഇപ്പോൾ ജീവിച്ചു പോരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കണമെന്നും, നിങ്ങളുടെ പേഴ്സൺ എന്താണോ ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ആയിക്കോട്ടെ, എല്ലാം അതിൻ്റെ ഒരു കൂലി അവരും അനുഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കണം എന്നെങ്കിലും നിങ്ങൾ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് ഇവരോട് സ്നേഹമുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഫീലിങ്സ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിന് പകരം ചിലപ്പോൾ മറ്റാരെങ്കിലും റീപ്ലേസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും അവർക്കൊരു മാറ്റം അല്ലെങ്കിൽ അവരൊരു പാഠം പഠിച്ചു വരണം, യൂണിവേഴ്സായിട്ട് തന്നെ അതവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു പ്രത്യാശയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ ആകെ തകർന്നടിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ പുറകെ ചേസ് ചെയ്ത് നടക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചേസ് ചെയ്യും തോറും അവർ ഓടി ഓടി മുന്നിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് അവിടെ തീർച്ചയായിട്ടും സംഭവിക്കുക. അതുമാത്രമല്ല ആ ഒരു സമയത്ത് നമ്മൾ വളരെ ഡൊമിനൻ്റ് ആവാൻ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരു റിസീവർ എനർജിയിലേക്ക് വരും. റിസീവർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആൾ വളരെയധികം സൈലൻ്റ് ആയി പോവുക, അല്ലെങ്കിൽ ഒട്ടും ആക്റ്റീവ് ആകാതെ വളരെ ലേസി ആയി പോവുക, ആ ഒരു തരത്തിലെ കാര്യങ്ങൾ മാറും. അപ്പോൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് തന്നെ അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മളായിട്ട് തന്നെയാണ് എനർജി കൊടുത്ത് ആ ഒരു പേഴ്സണെ ലേസി ആക്കി മാറ്റുന്നത്. കാരണം നമ്മളുടെ ഒരു ചേസിങ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് ആണ് അവരുടെ ഒരു എനർജിക്ക് ആ ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പതിയെ ഇവിടെ മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ചേസിങ്ങിൽ നിന്ന് നിങ്ങൾ പിൻവലിഞ്ഞ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ഉഴപ്പി നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പൊക്കെ നേരത്തെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്രത്തോളം സീരിയസ് ആയിട്ട് അത് കൊണ്ട് നടക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ അത്രയും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളുടെ കടന്നു വരവോടെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് എനർജി, ട്വിൻ ഫ്ലെയിം എനർജി എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ആ ഒരു കോപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു നമ്മൾ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഗതി തിരിച്ചു വിടുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ ലൈഫിൽ ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും വളരെയധികം വൈബ്രൻ്റ് ആൻഡ് ലൗഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുമാത്രമല്ല അവർക്ക് ശരിയെന്ന് തോന്നുന്നു എന്തോ ആ ഒരു രീതിയിൽ മാത്രം കാര്യങ്ങൾ നോക്കി കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അത്രയും സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു കാര്യമായിട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണലി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇമോഷൻസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്താണോ അപ്പോൾ പ്രകടിപ്പിക്കാനായിട്ട് തോന്നുന്നത് അത് അവർ വളരെ തന്നെ ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സ്നേഹം നിങ്ങളോട് കാണിച്ചെന്ന് വരാം. അത്രയും അറ്റാച്ച്മെൻറ്റ്, സ്നേഹം ചിലപ്പോൾ വാരിക്കോരി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. ഇതുപോലെ തന്നെ അവർ ദേഷ്യപ്പെടുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സായിട്ട് തന്നെ അവർ പ്രതികരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കൂടുതലും ഒരു നോ കോണ്ടാക്റ്റ് പീരീഡ് കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാനസികമായിട്ടും അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് പിൻവലിഞ്ഞ് നടന്നു പോയ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു മാനസിക അകലവും നല്ലതുപോലെ ഉണ്ടെന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ ഇവരെ ഒരുപാട് ഫോക്കസ് ചെയ്ത് ഇവരെ ചേസ് ചെയ്ത് നടന്നൊരു സമയത്തായിരിക്കും അവർ മാനസികമായിട്ടൊന്ന് നിങ്ങളിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ചിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കറൻലി നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു കാര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടൈം പീരീഡാണ്. ഒരു പക്ഷേ അത് അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അവരതിനകത്ത് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ആ ഒരു കാര്യം അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണോ അതിനകത്ത് അവർക്ക് അവരുടെ ഒരു ഫുൾ ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഓർത്ത് ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അവരെ ഡിസ്ട്രാക്റ്റ് ആക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോക്കസ് നല്ലതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഴയതുപോലെ തന്നെ ഇവർ ചീസ് ചെയ്യാതായപ്പോൾ ഈ ഒരു പേഴ്സണും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജിയിലും അത് പ്രകടമാവുന്നുണ്ട് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം അസ്വസ്ഥമാവുന്നത്. നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഓർമ്മകളായിക്കോട്ടെ അല്ലെങ്കിൽ ചിന്തകളായിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു പേഴ്സണ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും അവർ മാനസികമായിട്ട് ഒരു വിഷമഘട്ടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് മാനസികമായിട്ടൊരു വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഓർമ്മകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വരുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണണം അല്ലെങ്കിൽ സംസാരിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത്. വേണമെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞു പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ടുമുള്ള ഒരു അകൽച്ച അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ താല്പര്യം, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഹാർട്ട് പെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരോടൊപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ഐസൊലേറ്റ് ആയതുപോലെ തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഇതുപോലെയുള്ള ഒരു പെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു എന്ന് സ്വയം അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു ഫീലിങ്സ് അത്തരത്തിലാണ്. ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വിക്ടിം മെൻറ്റാലിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഹാർട്ട് പെയിനൊക്കെ അനുഭവിച്ച് അത്രയും തകർന്ന പോയൊരു സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അവർ എന്താ പറയുക, അവരൊരു വിക്ടിമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമഘട്ടങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്നുള്ളൊരവസ്ഥയിൽ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവുന്നത് നിങ്ങളിപ്പോൾ ഇവരെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇവർക്ക് കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കാം. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പരിഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു പേര് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആപ്റ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് ഇവർ പുറകെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവരെ തന്നെ ചേസ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യമൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇവർ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ് വേണ്ട, അതത്രയും ആവശ്യമില്ല, കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ഫീലിങ്ങിനൊന്നും ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു സമയത്ത് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് ഇമോഷൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വളരെയധികം ആ ഒരു പരിഭവം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നെ വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ആലോചന നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്. അല്ല മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പിക്ചേഴ്സോ വീഡിയോസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത മൂമെൻറ്റ്സോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എടുത്ത് നോക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കാണാനായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷനൊക്കെ അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ചിലപ്പോൾ ഇമേജസോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നോക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അവർ പോലും അറിയാതെ അവർക്ക് ഒരുപാടൊരു ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഈ ഒരു ഫോക്കസ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ കയറി വരുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു എനർജി ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിൽ പോകുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളായിട്ട് വന്ന് ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അവർക്ക് കിട്ടാനായിട്ട് അവരൊരുപാട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ ആ ഒരു തരത്തിലാണ്. നിങ്ങളൊന്ന് അങ്ങോട്ട് വന്ന് മിണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജി നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണ് കൊടുത്തിരുന്നോ. ചിലപ്പോൾ ഇതിന് മുൻപ് നിങ്ങൾ തമ്മിൽ വഴക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ആദ്യമേ തന്നെ സോറി പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടാൻ ചെല്ലുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺടാക്റ്റ് ഇവർക്കായിട്ട് വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങളുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് അവരൊന്ന് എന്നെ കോൺടാക്ട് ചെയ്തെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കാണുന്ന ഇവിടെ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്കത് കാണാം. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ടാണ് അവരോടത് മിണ്ടിയേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, ഒരിക്കലും ആക്ഷൻ ആയിട്ട് എടുക്കരുത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ,
മെൻ്റലി ആയിക്കോട്ടെ എല്ലാ തരത്തിലും നിങ്ങളുടെ ഒരു സാമീപ്യം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീലിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്നതും ഈസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ബിഗിനിങ് നമുക്കിവിടെ തീർച്ചയായിട്ടും തന്നെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ എൻ ആണ്. ഒക്ടോബർ മന്ത്, നമ്പർ 1, നമ്പർ 9, letter C, number 5, December month, Cancer zodiac sign, April month, letter S, Alappuzha, letter O, letter P, number 18, Malappuram, Ayilyam Nakshatram, number 29, Poruttadi Nakshatram, number 20, number 15, letter A, letter J, Punardam Nakshatram, Palakkad district, March month, and finally Scorpio zodiac sign. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് ഇത്തരത്തിലാണ്. അതായത് പിന്തിരിഞ്ഞ് നടന്നു പോയ ഒരാൾ തിരിഞ്ഞു നോക്കി തിരിച്ച് വരാനായിട്ട് ഒരുങ്ങുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മിസ്സിങ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പരിഭവം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു നോ കോൺടാക്റ്റിന് ശേഷം ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളൊരു ഫീലിംഗ് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കും തരുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കണക്ഷൻ ഇപ്പോൾ നല്ലതുപോലെ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓവറായിട്ട് ഇതിനകത്തൊരു അഡിക്ഷൻ പോലെ ആവാതെ ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സണും ആ ഒരു ഷിഫ്റ്റ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.